നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഇത്ര അപകടകരമാണ്. ചെറിയ ചെമ്പ് കമ്പി ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലെ ഫ്യൂസ് കെട്ടിയവരാവും നമ്മളിൽ പലരും. ഫ്യൂസ് ഇനി ഒരിക്കലും പൊട്ടരുത് എന്ന് വിചാരിച്ച് വലിയൊരു കമ്പി എടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം. ഹലോ സുഹൃത്തുക്കളെ, ഇത് റെഡ്മിയുടെ MIയുടെ നോട്ട് 9 മോഡൽ ഫോണാണ്. ലോഗോ ഓൺലിയാണ്. MI എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാരാണെങ്കിൽ അവർക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനത്തെ വന്നിട്ടുണ്ടാവും. ലോഗോ ഓൺലി അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുക മൊബൈൽ ഫോൺ. അത് ഒരുപാട് കംപ്ലൈൻറ്റ് കൊണ്ട് വരാം. CPU പ്രോബ്ലംസ് വരാം, ബാറ്ററിയുടെ ഇഷ്യൂ കൊണ്ട് വരാം. എനിവേ ഇതെന്ത് പ്രോബ്ലമാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ എല്ലാവരും ടെക്നീഷ്യന്മാരായിട്ടുള്ള എല്ലാവരും ബാറ്ററിയുടെ കോയിൽ ഷോർട്ടേജ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടോ, അതിൻ്റെ ബാറ്ററി നമുക്ക് നോക്കാം. ഓക്കെ, ബാറ്ററിയിൽ വരുന്ന കോയിൽ റെസിസ്റ്ററൊക്കെയാണ് ഇതാ. അത് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ദോഷങ്ങൾ നിങ്ങൾക്കറിയാം. ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചോ. ദിസ് ഈസ് റോങ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളിൽ പലരും വീടുകളിൽ ഫ്യൂസ് കെട്ടിയവരാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും പൊട്ടരുത് എന്ന് വിചാരിച്ച് ഒരു വലിയൊരു കമ്പി എടുത്തിട്ട് വീട്ടിലെ ഫ്യൂസ് കെട്ടിയാൽ എന്താണ് സംഭവിക്കുക? പിന്നെ അതൊരിക്കലും പൊട്ടില്ലല്ലോ. നമ്മൾ ചെറിയ ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് കെട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ചെറിയ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നത്? അത് പൊട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് അത് ഫ്യൂസ് ഒരിക്കലും പൊട്ടരുത് എന്ന് വിചാരിച്ച് വലിയൊരു ചെമ്പ് കമ്പി എടുത്ത് അല്ലെങ്കിൽ വലിയൊരു വയറൊക്കെ എടുത്തിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണത് സംഭവിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു മെത്തേഡാണ് ഈ ഫോണിൽ ഞാൻ നിങ്ങൾക്ക് ബാറ്ററിയിൽ കാണിച്ചു തന്നത്. അപ്പോൾ ബാറ്ററി ടെക്നീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോ. ബാറ്ററിയുടെ കോയിൽ ഷോർട്ടേജ് കൊടുക്കുന്നത്, ഷോർട്ടേജ് ചെയ്ത് ഫോൺ റെഡിയാക്കുന്നവർ ഉണ്ടെങ്കിൽ മിക്ക ടെക്നീഷ്യന്മാരുണ്ടാവും. അതിനൊരു മെത്തേഡ് ഉണ്ട്. അത് ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് കട്ടായി പോവുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ കോയിൽ അവിടെ ഫിക്സ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കോയിൽ അത് കട്ടാവാൻ വേണ്ടിയിട്ട് വെക്കുന്ന അത് പ്രൊട്ടക്ഷനാണ്. അതായത് മദർ ബോർഡിലെ മറ്റ് വിലപിടിപ്പുള്ള കമ്പോണൻസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പൊട്ടരുത് എന്ന് പറഞ്ഞ പോലെ മുന്നേ കാണിച്ച അതേപോലെ ഒന്നും ഷോർട്ട് ചെയ്ത് കൊടുക്കരുത്. അതിന് അതിൻ്റേതായിട്ടുള്ള ചെമ്പ് കമ്പികളും അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള ജമ്പർ വയർ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ മാർക്ക് ചെയ്ത കപ്പാസിറ്റർ ഷോർട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് നമുക്ക് ഇത് പാക്ക് ചെയ്യാം. ഓക്കെ, മദർ ബോർഡ് എടുത്തിട്ട് നമുക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം വർക്കിംഗ് ആയോ എന്താ അവസ്ഥ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണും ഇവിടെ റിപ്പയറിങ് അവൈലബിൾ ആണ്. മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, ടാബ്, ആക്സറീസുകൾ, മൊബൈലിൻ്റെ ആക്സറീസുകൾ, ചാർജർ, ഹെഡ്സെറ്റ്, പൗച്ച് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, കോൺടാക്ട് ചെയ്യാം. റെഡ്മി ലോഗോ, MI ലോഗോ റീസ്റ്റാർട്ടിങ് പ്രോബ്ലം ആണോ, ബാറ്ററി അല്ലെങ്കിൽ CPU എന്ന് വിലയിരുത്താൻ വരട്ടെ? എല്ലാവർക്കും ഞാൻ ഒരുപോലെയല്ല, അതുകൊണ്ട് മറ്റാരിൽ നിന്നും എന്നെ അറിയാൻ ശ്രമിക്കരുത് എന്ന് പറയണ പോലെയാണ് ഈ ഫോണിൻ്റെ അവസ്ഥ. റെഡ്മി ലോഗോ ആണോ, CPU എന്ന് വിലയിരുത്താൻ വരട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഫോൺ സക്സസ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് ഗോഡ്.